ഇന്നിപ്പോൾ ഇതെന്ത് സ്പെഷ്യൽ എന്ന് വെച്ചാൽ നല്ല അടിപൊളി മുരിങ്ങക്കായ മസാലക്കറിയാണ്. മുരിങ്ങയ്ക്കൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്കണേ, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതിനെ പാൻ അടുപ്പിൽ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണയിലോട്ട് തേങ്ങയും കൊച്ചുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. നല്ല രീതിയിൽ തേങ്ങയ്ക്ക് ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാവേ. കളറൊന്ന് മാറിയതിന് ശേഷം നമുക്ക് തീയങ്ങ് ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇടണം. 2 സ്പൂൺ മുളക് പൊടിയും 1/2 സ്പൂൺ മാത്രം മല്ലിപ്പൊടിയും അതേ കണക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ചേറെ കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം. ഈ മസാലയെല്ലാം നല്ല രീതിയിലൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടാവേ. എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. കുറച്ച് തരിതരിപ്പ് വേണേ. എന്നിട്ട് അതേ പാനിലോട്ട് കുറച്ച് എണ്ണയും കൂടി വെച്ച് ഒരു മീഡിയം സവാള നന്നായിട്ട് കനം കുറച്ചരിയണം. ഈ ചോപ്പറിനകത്തൊക്കെ എരിയത്തിൽ ഏറെക്കുറെ അതേ കണക്ക് തന്നെ. എന്നിട്ട് ഇതിനകത്തൊരു ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും ഒരു മീഡിയം സവാള കുനുകുനാന്നരിഞ്ഞതും കൂടി അതിലും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണം. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും കൂടെ പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിക്കണം. പുളി ഒഴിക്കാൻ മറക്കല്ലേ ആരും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു പുളിയും എല്ലാം കൂടെ നന്നായിട്ട് പിടിക്കുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പും പാകത്തിന് ഉപ്പും പാകത്തിന് വെള്ളവും കൂടെ ഒഴിക്കണം കേട്ടോ. വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ച് ഒന്ന് തിള വരുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. ഈ അരപ്പയ്ക്ക് ഒന്ന് കുറുകുറാന്നൊന്ന് വെന്തതിന് ശേഷം മാത്രം നമ്മുടെ മുരിങ്ങക്കായ എടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുക്കണേ. മുരിങ്ങക്കായ ഒന്ന് ചീകി വൃത്തിയാക്കി കണ്ടിക്കൊന്നും വേണ്ട, മുഴുവനോട് ഇട്ട് കൊടുത്താൽ മതി. കാരണം വെന്ത് അല്ലെങ്കിൽ അത് വെന്ത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ ഏറെക്കുറെ ആ വെള്ളമൊക്കെ പറ്റി ഇതേപോലെ ഇരിക്കും. നല്ല മണമായിരിക്കും. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ, സീ യു.